എന്താ നീ എന്തൊക്കെയാ നിർമ്മലയെ കാണിക്കുന്നേ? ഇപ്പൊ നിന്റെ ഭാവം കണ്ടു കഴിഞ്ഞാ ഈ കല്യാണം നടത്തി കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശം തോന്നുമല്ലോ. നിർമ്മലെ, നീ മോളോട് പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്ത് ചെയ്തിട്ടായാലും അവളെ നവീന്റെ ഭാര്യയാക്കാന്ന് നീ വാക്കുകൊടുത്തല്ലേ? സിതാര നിന്നെ ഭീഷണിപ്പെടുത്തിയോ? അതോ സുമിത്ര വല്ലതും പറഞ്ഞോ? ആരും ഒന്നും ചെയ്തിട്ടില്ല ഉദേട്ടാ. പക്ഷേ ഈ കല്യാണം നടക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ മാത്രമല്ല, നമ്മുടെ മോളുടെ. എടി മോളെ, നിന്റെ അമ്മ എന്തൊക്കെയായി പറയുന്നത്? നവീന്റെയും ഗാഥയുടെയും വിവാഹം നടക്കട്ടെ, എനിക്കതിൽ ഒരു പരാതിയില്ല. അമ്മയും മോളും കൂടെ എന്നെ പട്ടാക്കല്ലേ? ഉദേട്ടാ, ഉദേട്ടന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിലേ ഞങ്ങളെക്കാട്ടിലും മുന്നേ ഉദേട്ടനായിരിക്കും ചിരിക്കുക. ഈ വിവാഹം നടത്താനേ ചാടിച്ചാടി നിൽക്കുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തില് എന്തൊക്കെയാ നടക്കുന്നേന്ന് അച്ഛന് വല്ല ധാരണയുണ്ടോ? എല്ലാവരും പറയുന്നുണ്ടല്ലോ ഗാഥയുടെയും നവീന്റെയും ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന്. അത് കള്ളവാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിർമ്മലേ. ഉദേട്ടാ, കളരിക്കൽ കുടുംബത്തിന് ഒരു സർപ്പശാപമുണ്ട്. കളരിക്കൽ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിൽ സർപ്പദംശനം കൊണ്ട് മരിക്കും. അച്ഛൻ, മുത്തശ്ശിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ. മുത്തശ്ശിന്റെ രണ്ടാം ഭാര്യയല്ലേ? സുമിത്ര അമ്മായി അമ്മാവന്റെ രണ്ടാം ഭാര്യയല്ലേ? കളരിക്കൽ കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് ആദ്യ ഭാര്യ വാഴില്ല. അതുകൊണ്ട് കതർ മണ്ഡപത്തിൽ മോൾ കൊടുക്കാനുള്ള ഡ്രസ്സല്ല സിത്താര തെരഞ്ഞെടുക്കുന്നത്, അവളുടെ ശവത്തിന് പൊതിയാനുള്ളതാ. ഗാഥയുടെയും നവീന്റെയും ജാതകത്തില് അമ്മ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടെന്ന് ജ്യോത്സ്യം പറഞ്ഞത്. അത് സിത്താരെ വിശ്വസിപ്പിക്കാനാ. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. അത് കൂട്ടിച്ചേർത്താൽ മരണം തന്നെയാണ് ഫലം. നിർമ്മലേ, എന്താ നീ പറയുന്നത്? ഇത്രയും വലിയൊരു ചതി അമ്മ ചെയ്യുമോ? ചെയ്യും. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും നവീന്റെ തലയിലുള്ള ശാപം മാറി കിട്ടിയാ മതി. അപ്പോ നമ്മളങ്ങ് കൂടെ നിൽക്കണം. കല്യാണം നടക്കട്ടെ. ചാകാനുള്ള സമയമാകുമ്പോ ഗാഥ ചാകണം. അത് കഴിയുമ്പോ നമ്മുടെ മോളെ കുറിച്ചല്ലാതെ അവർക്ക് വേറെ ആരെ കുറിച്ചാ ചിന്തിക്കാനുള്ളത്? നിർമ്മലേ, ഭയങ്കരം തന്നെ. ദേ, ഉദയേട്ടനിത് അറിഞ്ഞൂന്ന് വേറൊരാളുടെ മുന്നില് ഉദയേട്ടന്റെ വായിന്ന് ഒരക്ഷരം വീണു പോരുത്. വാ, നമുക്കേ ആ കൂട്ടത്തിൽ പോയി നിൽക്കാം. ഇല്ലെങ്കിലേ എല്ലാരും സംശയിക്കും. വാ. എല്ലാം നിർമ്മല അറിഞ്ഞു കഴിഞ്ഞു. എന്റെ ഈശ്വര.